നമസ്കാരം. പ്രധാന വാർത്തകൾ. Lulu Sarees and Lulu Gold, Kannur and Talasheri. കണ്ണൂർ സിറ്റിയിൽ SDPI പ്രവർത്തകനെ വെട്ടിക്കൊന്നു. മരിച്ചത് നീർച്ചാൽ യൂണിറ്റ് പ്രസിഡന്റ് M. ഫാറൂഖ്. അക്രമം പോലീസ് നോക്കി നിൽക്കെ പ്രതി കട്ടറൌഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊലപാതകത്തിൽ രാഷ്ട്രീയമില്ലെന്ന പോലീസ്. BJP പ്രവർത്തകൻ രമിത്തിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച BJP സംസ്ഥാന വ്യാപകമായി ഹർത്താൽ ആചരിച്ചു. ജില്ലയിൽ ഹർത്താൽ പൂർണ്ണം. KSRTC ബസ്സുകൾ ഉൾപ്പെടെ നിരത്തിലിറങ്ങിയില്ല. തുടർച്ചയായുള്ള ഹർത്താൽ ജനജീവിതം സ്തംഭിപ്പിച്ചു. രമിത്തിന്റെ നാടിന്റെ അന്ത്യാഞ്ജലി. മൃതദേഹം ചാവശ്ശേരിയിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. നിർമ്മാണം പൂർത്തിയായിട്ടും കണ്ണൂർ നഗരത്തിലെ ശുചിമുറി തുറന്നുകൊടുത്തില്ല. വൈദ്യുതീകരണം പൂർത്തിയാവാത്തതാണ് കാരണമെന്ന് അധികൃതരുടെ വാദം. കംഫർട്ട് സ്റ്റേഷൻ നിർമ്മിച്ചത് 24 ലക്ഷം രൂപ ചിലവിൽ. 2 മാസം കൊണ്ട് തുറന്നുകൊടുക്കുമെന്ന് കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് TO മോഹനൻ. അഴീക്കൽ തുറമുഖത്ത് ആഴം കൂട്ടുന്നതിനുള്ള ഡ്രഡ്ജിംഗ് പ്രവൃത്തി ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. തുറമുഖ വികസനം യാഥാർത്ഥ്യമാകുന്നതോടെ ലക്ഷദ്വീപിലേക്കും മറ്റും യാത്രാ കപ്പൽ സർവീസ് ആരംഭിക്കുമെന്നും മന്ത്രി. വാർത്തകളിലേക്ക്. കണ്ണൂർ സിറ്റിയിൽ വെട്ടേറ്റ SDPI പ്രവർത്തകൻ മരിച്ചു. നീർച്ചാൽ സ്വദേശി M. ഫാറൂഖാണ് മരിച്ചത്. ഇന്ന് രാവിലെ ബൈക്കിൽ പോകുകയായിരുന്ന ഇയാളെ സിറ്റി ബസ് സ്റ്റോപ്പിന് സമീപം വെറ്റിലപ്പള്ളിയിലെ റൌഫ് എന്നയാൾ തടഞ്ഞു നിർത്തി വെട്ടുകയായിരുന്നു. കഞ്ചാവ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പ്രതി കട്ടറൌഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. രാവിലെ 10:30 സിറ്റി ടൗണിൽ വെച്ചാണ് ഫാറൂഖിന് വെട്ടേറ്റത്. ഹർത്താലിനെ തുടർന്ന് കാവൽ നിൽക്കുന്ന പോലീസുകാരുടെ സമീപമാണ് ഫാറൂഖ് വെട്ടേറ്റ് വീണത്. ഗുരുതരമായി പരിക്കേറ്റ ഫാറൂഖിനെ ഉടൻ AKG ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 12:30 മരിക്കുകയായിരുന്നു. ഇടതു കൈക്കും വയറിനും ആഴത്തിലുള്ള മുറിവേറ്റിട്ടുണ്ട്. മഴു, കടാര എന്നിവ കൊണ്ടാണ് വെട്ടി പരിക്കേൽപ്പിച്ചത്. നീർച്ചാൽ ബ്രാഞ്ച് പ്രസിഡന്റായ M. ഫാറൂഖ് പാചക തൊഴിലാളിയാണ്. ഇന്ന് ഈ ദാരുണമായ സംഭവം നടക്കുന്നത് പോലീസ് പോസ്റ്റ്, അതായത് 3 പോലീസുകാർ നോക്കി നിൽക്കെ മാരകമായി എത്തിയ ഈ വ്യക്തി ഫാറൂഖിനോട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെടുകയും അതോടൊപ്പം തന്നെ ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. മാരകമായ മുറിവോട് കൂടിയാണ് ഫാറൂഖിനെ AKG ഹോസ്പിറ്റലിലേക്ക് പ്രവർത്തകരും നാട്ടുകാരും ഒക്കെ കൂടി ഒരുമിച്ച് കൊണ്ടുവരുന്നത്. കഞ്ചാവ് വിൽപ്പനയെ തുടർന്നുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പ്രതി കട്ടറൌഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവം അറിഞ്ഞ നിരവധി SDPI പ്രവർത്തകരും KK ജബ്ബാർ, ആഷിം ഖലീമ, ഹവാസ് തുടങ്ങിയ നേതാക്കളും AKG ആശുപത്രിയിൽ എത്തിയിരുന്നു. സിറ്റി മേഖലയിൽ സുരക്ഷയ്ക്കായി പോലീസ് നിലയുറപ്പിച്ചിട്ടുണ്ട്. സംഭവത്തിൽ പ്രതിഷേധിച്ച് നഗരത്തിൽ SDPI പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. അതേസമയം സിറ്റിയിലെ SDPI പ്രവർത്തകന്റെ കൊലപാതകം മുസ്ലിം ലീഗിന് ബന്ധമില്ലെന്ന് ലീഗ് നേതാക്കൾ അറിയിച്ചു. ഇക്കാര്യത്തിൽ രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ല. ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ തെറ്റാണെന്നും നേതാക്കൾ അറിയിച്ചു. പിണറായിയിലെ BJP പ്രവർത്തകന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച BJP സംസ്ഥാന വ്യാപകമായി ഹർത്താൽ ആചരിച്ചു. ജില്ലയിൽ ഹർത്താൽ പൂർണ്ണം. KSRTC ബസ്സുകൾ നിരത്തിലിറങ്ങാത്തത് യാത്രക്കാരെ വലച്ചു. മാഹിപ്പള്ളി തിരുനാൾ നടക്കുന്നതിനാൽ മാഹി ടൗണിനെ മാത്രം ഹർത്താലിൽ നിന്ന് ഒഴിവാക്കി. അതേസമയം 2 കൊലപാതക കേസുകളിലും പോലീസ് അന്വേഷണം ഊർജിതമാക്കി. തുടർച്ചയായുള്ള ഹർത്താൽ ജനജീവിതത്തെ സ്തംഭിപ്പിച്ചു. പെട്ടെന്നുണ്ടായ ഹർത്താലിൽ ദീർഘദൂര യാത്രക്കാരാണ് ഏറ്റവും അധികം പ്രയാസം നേരിട്ടത്. ജില്ലയിൽ KSRTC ബസ്സുകളും നിരത്തിലിറങ്ങിയില്ല. ചുരുക്കം ചില സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് റോഡിലിറങ്ങിയത്. അടിക്കടിയുണ്ടായ ഹർത്താലുകൾ വ്യാപാരികൾക്കും വൻ നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. സ്വകാര്യ സ്ഥാപനങ്ങളെല്ലാം തന്നെ അടഞ്ഞുകിടന്നു. പാൽ, പത്രം തുടങ്ങിയ അവശ്യ സർവീസുകളെ മാത്രമാണ് ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയത്. BJP പ്രവർത്തകന്റെ കൊലപാതകത്തെ തുടർന്ന് ജില്ലയിൽ കനത്ത സുരക്ഷ അതേസമയം 2 കൊലപാതകങ്ങളിലും പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പാതിരിയാട് CPM പ്രവർത്തകൻ മോഹനന്റെ കൊലപാതകത്തിൽ 7 RSS പ്രവർത്തകർക്കെതിരെയും BJP പ്രവർത്തകൻ രമിത്തിനെ കൊലപ്പെടുത്തിയ കേസിൽ 10 CPM പ്രവർത്തകർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇന്നലെ രാവിലെയോടെയാണ് രമിത്തിനെ പിണറായിൽ നിന്നും ഒരു സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. CPM പ്രവർത്തകൻ മോഹനൻ കൊല്ലപ്പെട്ടതിന് മണിക്കൂറുകൾക്കുള്ളിലാണ് BJP പ്രവർത്തകനും കൊല്ലപ്പെട്ടത്. ഹർത്താലിനെ തുടർന്ന് ജില്ലയിൽ ഒറ്റപ്പെട്ട അക്രമം. തലശ്ശേരിയിൽ NE ബൽറാം മന്ദിരത്തിന് നേരെ കല്ലേറുണ്ടായി. പുന്നൂരിൽ ഓടിക്കൊണ്ടിരുന്ന ലോറിക്ക് നേരെയും കല്ലേറുണ്ടായി. ആർക്കും പരിക്കില്ല. BJP പ്രവർത്തകനായ രമിത്തിന് നാടിന്റെ അന്ത്യാഞ്ജലി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉച്ചയോടെയാണ് പിതാവിന്റെ സ്വദേശമായ ചാവശ്ശേരിയിൽ എത്തിച്ചത്. ചാവശ്ശേരി ആവട്ടിയിലെ വീട്ടുവളപ്പിൽ പിതാവിനെ സംസ്കരിച്ചതിന് സമീപം തന്നെ മകനെയും സംസ്കരിച്ചു.
BJP പ്രവർത്തകനായ രമിത്തിന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് കണ്ണൂരിൽ എത്തിച്ചത്. മാഹിയിൽ BJP നേതാക്കളും നിരവധി പ്രവർത്തകരും ചേർന്ന മൃതദേഹം ഏറ്റുവാങ്ങി. പിണറായിയിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം പിതാവിന്റെ സ്വദേശമായ ചാവശ്ശേരിയിൽ ആവട്ടിയിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. സംസ്കാരവുമായി ബന്ധപ്പെട്ട ചാവശ്ശേരി മട്ടന്നൂർ മേഖലകളിൽ പോലീസ് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് CPM BJP സംഘർഷത്തിൽ കൊല്ലപ്പെട്ട ചാവശ്ശേരി ആവട്ടിയിലെ RSS പ്രവർത്തകനായ ഉത്തമന്റെ മകനാണ് രമിത്ത്. K. സുരേന്ദ്രൻ, K. രഞ്ജിത്ത, V. മുരളീധരൻ, PK കൃഷ്ണദാസ്, വത്സൻ തില്ലങ്കേരി, സത്യപ്രകാശ് തുടങ്ങിയ നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു ശവസംസ്കാരം. ഹർത്താലിനെതിരെയുള്ള കുഞ്ഞു സിനിമ സോഷ്യൽ മീഡിയകളിൽ വൈറലാകുന്നു. പള്ളിക്കുന്ന് ലൈറ്റ് റൂം മീഡിയ നിർമ്മിച്ച കുഞ്ഞു സിനിമ ഹർത്താലാണ് കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയത്തിനും ഹർത്താലിനുമെതിരെ പ്രതിഷേധിച്ചത്. ഹർത്താൽ ആഘോഷമാക്കുന്നവർക്ക് നേരെയുള്ള ചൂണ്ടുവിരലാണ് ഈ കുഞ്ഞു സിനിമ. ഒരു ജീവൻ പൊലിഞ്ഞിട്ടാണെങ്കിലും തങ്ങൾക്കൊരു അവധി ദിനം കിട്ടുമല്ലോ എന്ന് ചിന്തിക്കുന്ന സമൂഹത്തിന് മുന്നിലാണ് നേരിന്റെ കാഴ്ചയുമായി കുഞ്ഞു സിനിമ ഹർത്താൽ എത്തിയത്. കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയത്തിന്റെ ഉപോൽപ്പന്നമായി എത്തിയ ഹർത്താൽ പലരും ആഘോഷിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഒരു കൊലപാതകം നടന്നാൽ മാധ്യമ സ്ഥാപനങ്ങളിൽ തലങ്ങും വിലങ്ങും വിളിച്ച് ഹർത്താലുണ്ടോ എന്ന അന്വേഷണമാണ് ഉണ്ടാകാറ്. ഒടുവിൽ ഉല്ലാസയാത്രയ്ക്കും ആഘോഷത്തിനും കോപ്പുകൂട്ടുകയും ചെയ്യുന്നു ഇന്നത്തെ സമൂഹം. ഹർത്താൽ എന്ന കുഞ്ഞു സിനിമ പ്രേക്ഷകരുമായി സംവദിക്കുന്നത് ഈ ആശയമാണ്. ഹർത്താൽ ദിനത്തിൽ ആഘോഷമാക്കുന്ന ഓരോ നിമിഷത്തിനും മനുഷ്യന്റെ ചോരയുടെ മണമുണ്ടെന്നും ആരും ഓർക്കാറില്ല. കൊലപാതകത്തിന് ഇരയാകുന്നവരുടെ വീടുകളിൽ ഉയരുന്ന അലമുറകൾ ആരും കേൾക്കാറുമില്ല. എന്നാൽ ഈ അവസ്ഥ നമ്മൾ ഓരോരുത്തരെയും വേട്ടയാടുന്നു എന്ന് തിരിച്ചറിയുന്നിടത്താണ് സിനിമ അവസാനിപ്പിക്കുന്നത്. ഹർത്താലുകൾ കൊണ്ട് പൊറുതിമുട്ടിയ സമൂഹത്തിന് ഏറ്റവും നല്ല സന്ദേശം നൽകുന്ന സിനിമ കണ്ണൂർ പള്ളിക്കുന്നിലെ ലൈറ്റ് റൂം മീഡിയയാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. നിജിൽ, മിഥുൻ, അഭിജിത്ത്, ശ്രീജിൽ എന്നിവരാണ് ഈ സാമൂഹിക പ്രതിബദ്ധതയുള്ള ചിത്രത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. അപ്ലോഡ് ചെയ്ത് മണിക്കൂറുകൾക്കകം തന്നെ സോഷ്യൽ മീഡിയകളിൽ മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് ലഭിച്ചത്. ഹർത്താൽ ദിനത്തിൽ കണ്ണൂർ നഗരത്തിൽ ഒറ്റപ്പെട്ടുപോയവർക്ക് ഭക്ഷണപ്പൊതികളുമായി ഒരു കൂട്ടം. ബ്ലഡ് ഡോണേഴ്സ് കേരള, APJ അബ്ദുൽ കലാം ഗ്ലോബൽ ഫൗണ്ടേഷൻ, പിലാത്തറ ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നിവയുടെ നേതൃത്വത്തിൽ നഗരത്തിലെത്തിയ 100 കണക്കിന് പേർക്കാണ് ഭക്ഷണം നൽകിയത്. ഹർത്താൽ ദിനത്തിൽ നഗരത്തിൽ ഭക്ഷണവും വെള്ളവും ലഭിക്കാത്ത 100 കണക്കിന് ആളുകൾക്ക് ആശ്വാസമാവുകയായിരുന്നു ഭക്ഷണപ്പൊതി വിതരണം. റെയിൽവേ സ്റ്റേഷൻ, പഴയ ബസ് സ്റ്റാൻഡ്, ജില്ലാശുപത്രി പരിസരം എന്നിവിടങ്ങളിലാണ് രാവിലെ മുതൽ വിവിധ സംഘടനകൾ ചേർന്ന് ഭക്ഷണപ്പൊതികളും കുപ്പിവെള്ളവും വിതരണം ചെയ്തത്. രാവിലെ മുതൽ ചപ്പാത്തിയും വെജിറ്റബിൾ ബിരിയാണിയും വിതരണം ചെയ്തു. ഹർത്താൽ ദിനത്തിൽ ഭക്ഷണം ലഭിക്കാതെ വലഞ്ഞ ജനങ്ങൾക്ക് ചെറിയ സഹായമാണ് ചെയ്തതെന്ന് ഫൗണ്ടേഷൻ ചെയർമാൻ ഡോക്ടർ ഷാഹുൽ ഹമീദ് പറഞ്ഞു. ശരിക്കും ഇത് നമ്മളെല്ലാം പലപ്പോഴും അനുഭവിച്ചിട്ടുള്ളതാണ്. അറിയാലോ, ഹർത്താലിൻ്റെ സമയത്തായാലും മറ്റുള്ള ആഘോഷവേളകളിൽ കടകൾ അടഞ്ഞ സമയത്തും ഭക്ഷണം കിട്ടാതെ വലിയുന്നത് പലരും നമ്മൾ തന്നെ അനുഭവിച്ചതാണ്. പക്ഷേ തെരുവിലുള്ളവർക്കൊക്കെ പലപ്പോഴും ഒന്നും കിട്ടാത്ത അവസ്ഥ വരുന്നുണ്ട്. നമ്മൾ തെരുവിലേക്കാണ് കൊടുത്തു തുടങ്ങിയത്. പക്ഷേ തെരുവിൽ നിന്ന് പിന്നീട് ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ സാധാരണക്കാർ പോലും ഭക്ഷണം കിട്ടാതെ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥ ഹർത്താലിലൊക്കെ ധാരാളം കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഈ ഭക്ഷണ വിതരണത്തിൻ്റെ പദ്ധതികൾ തുടങ്ങിയത്. ഏതാണ്ട് 1000-ഓളം ഭക്ഷണപ്പൊതികളാണ് വിതരണം ചെയ്തത്. ഹർത്താൽ ദിനത്തിൽ ഇത്തരത്തിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ കണ്ണൂർ നഗരത്തിൽ നടന്നു വരുന്നുണ്ട്. സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് അംഗം VK ബിനോയ്, ഫസൽ ചാലാട, ഇക്ബാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഹർത്താലിനെ തുടർന്ന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയവർക്ക് ആശ്വാസമായി കണ്ണൂർ പീസ് ഫോറം. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്കായി പീസ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ 2 കാറുകളാണ് സർവീസ് നടത്തിയത്. ഹർത്താൽ മൂലം നിരവധി യാത്രക്കാരാണ് വാഹനം ലഭിക്കാതെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ മുതൽ കുടുങ്ങിയത്. യാത്രക്കാരുടെ ദുരിതത്തിന് ചെറിയ പരിഹാരമെന്ന നിലയിൽ കണ്ണൂർ പീസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ 2 കാറുകളാണ് യാത്രക്കാർക്ക് തുണയായി എത്തിയത്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് വരെ സൗജന്യ സർവീസ് നടത്തി. ഹർത്താൽ കാരണം ദുരിതമനുഭവിക്കുന്ന യാത്രക്കാർക്ക് ചെറിയ സഹായമാണ് ഇത്തരത്തിലുള്ള സൗജന്യ യാത്രയെന്ന് പീസ് ഫോറം ചെയർമാൻ ഫാദർ സ്കറിയ കല്ലൂർ പറഞ്ഞു. ഇവിടെ ഞാൻ രാവിലെ നമ്മൾ കൊണ്ടുനടക്കുന്നതാണ്. ബോംബെ നിന്നെല്ലാം വന്ന 6 മാസം പോലും പ്രായത്തെ കുട്ടികളെ ഞാൻ ഇവിടെ അലവിൽ കൊണ്ടുവിട്ടു. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ പൊതുജനത്തിൻ്റെ ഒരു മുന്നേറ്റം ഈ ഭീകരം പൈശാചികമായിട്ടുള്ള ഈ രീതിയിലുള്ള ആസൂത്രിതമായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധ സംസ്കാരത്തിന് എതിരെയുള്ളതായിട്ട് ഇതിനുള്ള ശക്തമായ നടപടി ഉണ്ടാവണം. ഫാദർ സ്കറിയ കല്ലൂർ, ഫാദർ ജോസഫ് പൂവത്തോൽ എന്നിവരാണ് കാറുകൾ ഓടിച്ചത്. രാവിലെ മുതൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ കുട്ടികളും പ്രായമായവരുമായ യാത്രക്കാർക്ക് സ്വന്തം വീടുകളിലേക്ക് എത്താൻ വാഹനം ലഭിച്ചത് വലിയ ആശ്വാസമായി. ഇനി കണ്ണൂർ ശബ്ദം. സമാധാന പ്രേമികളെ ഭീതിയിലാക്കി കണ്ണൂർ ജില്ല വീണ്ടും രാഷ്ട്രീയ കലാപ ഭൂമിയാകുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ കണ്ണൂർ ശബ്ദം. ഇത് അറുതി കൊടുക്കേണ്ടവർ തന്നെയാണ് ഇത്തരത്തിലുള്ള ഇതിന് നേതൃത്വം കൊടുക്കുന്നുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ വൈരുദ്ധ്യം കിടക്കണം. അപ്പോൾ നമുക്കറിയാം കണ്ണൂരിൽ ഇന്നിപ്പോൾ ഹർത്താൽ, ഈ ഹർത്താലിന് കാരണക്കാരനാരും അതിൻ്റെ കാരണക്കാരൻ മിനിഞ്ഞാന്തത്തെ കാരണക്കാരനാണ്. ആ മിനിഞ്ഞാന്തത്തെ കാരണക്കാരൻ്റെ തലേന്ന് അതിൻ്റെ തലേന്നത്തെ കാരണക്കാരൻ. ഈ രീതിയിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇത് ആ കള്ളൻ കപ്പലിൽ തന്നെ എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ നാട്ടിലെ ഈ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ അവസ്ഥ.
ഒന്നവിടെ ആയാലും രണ്ടിവിടെ ആയാലും മൂന്നവിടെ എങ്ങനെയാ പോയാലും എന്നല്ല എന്തെങ്കിലും ഒരു ഗവൺമെൻറ് എന്തെങ്കിലും ഒരു അതിനുള്ള നടപടി ഒന്നും ചെയ്യണം. അങ്ങനെ രാഷ്ട്രീയം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതൊക്കെ അവനവൻ്റെ ഓരോരോ കുടുംബത്തിൻ്റെ ആൾക്കാർ പോകാനല്ല, മറ്റുള്ളവർക്ക് നഷ്ടം വരുന്നില്ലല്ലോ. അതിപ്പം രണ്ട് പാർട്ടിക്കാരൊന്നും ആലോചിക്കണ്ടല്ലോ, നമ്മൾ ആലോചിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ ഹർത്താൽ ദിവസേന ഹർത്താൽ പാവങ്ങൾപ്പെട്ട ജനങ്ങളല്ലേ കഷ്ടപ്പെടുക. അത് മറന്നു കളയുന്നവർ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളല്ല. അതുകൊണ്ട് തന്നെ ഇത് തീരില്ല, ഒരിക്കലും തീരില്ല. സാധാരണക്കാരൻ തന്നെ എപ്പോൾ. നമ്മുടെ ഇപ്പോഴത്തെ കണ്ണൂരിലെ രാഷ്ട്രീയ സ്ഥിതി വളരെ മോശമാണ്. അതായത് ജനങ്ങളെ അവസ്ഥ എന്താണെന്നുള്ളത് ചിന്തിക്കുന്നില്ല ഒരു രാഷ്ട്രീയ പാർട്ടി. ഏത് രാഷ്ട്രീയ പാർട്ടിയും ജനങ്ങൾക്ക് എന്താണെന്ന് ബുദ്ധിമുട്ടുണ്ടാകുന്നതെന്നല്ല ചിന്തിക്കുന്നു. പരസ്പരം മത്സരമാണ്. നാടിനൊരു നന്മ വരണം എന്നുള്ള ഒരു ചിന്തയിലല്ല ഇപ്പം കാര്യങ്ങൾ നീങ്ങുന്നു. അതായത് കണ്ണൂർ ജില്ലേൻ്റെ പേര് ദോഷം വരുത്തിയത് ഈ രാഷ്ട്രീയ പാർട്ടികളാണ്. വേറെ ആരാന്ന് നേതാക്കന്മാർക്ക് എന്തെങ്കിലും കാര്യമായിട്ട് പറ്റിയാലേ ഇതിൽ നിന്നു പോകും. ഇതെല്ലാം അണികളും സാധാരണക്കാരനും മരിക്കുന്നതുകൊണ്ട് അവർക്ക് നേതാക്കന്മാർക്ക് ഒരാരോ തീർച്ചയായും വർദ്ധി ഉണ്ടാവാം. ഇരുപക്ഷക്കാരും രൂപയിലെ കരുതേണ്ടിയിരിക്കും. എന്നാലും ഇതിനൊക്കെ ഒരു സമാധാനം ഉണ്ടാവാമെന്ന് എനിക്ക് പറയാനുള്ളത്. ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാവണം. ഇതൊരു നേതൃത്വം വിചാരിച്ചാലേ ഇതൊക്കെ നടക്കൂ. ഇരുപക്ഷക്കാരും ഒരുപോലെ വിചാരിക്കണം. ബന്ധു നിയമന വിവാദം CPM കേന്ദ്ര കമ്മിറ്റി അംഗവും മന്ത്രിയുമായ EP ജയരാജനെതിരെ വിജിലൻസ് പ്രാഥമിക അന്വേഷണം നടത്തും. തിരുവനന്തപുരം പ്രത്യേക യൂണിറ്റ് 2 അന്വേഷണം നടത്തുക. നിയമോപദേശകരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. വിജിലൻസ് ഡയറക്ടർ നാളെ ഉത്തരവ് പുറപ്പെടുവിക്കും. അതിനിടെ EP ജയരാജൻ തന്റെ രാജ്യസന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ഇനി ഇടവേളയ്ക്ക് മുൻപായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. Lulu Sarees and Lulu Gold, Kannur and Talasheri. കണ്ണൂർ സിറ്റിയിൽ SDPI പ്രവർത്തകനെ വെട്ടിക്കൊന്നു. മരിച്ചത് നീർച്ചാൽ യൂണിറ്റ് പ്രസിഡന്റ് M ഫാറൂഖ്. അക്രമം പോലീസ് നോക്കി നിൽക്കെ പ്രതി കട്ടറൌഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊലപാതകത്തിൽ രാഷ്ട്രീയമില്ലെന്ന പോലീസ്. BJP പ്രവർത്തകൻ രമിത്തിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച BJP സംസ്ഥാന വ്യാപകമായി ഹർത്താൽ ആചരിച്ചു. ജില്ലയിൽ ഹർത്താൽ പൂർണ്ണം. KSRTC ബസ്സുകൾ ഉൾപ്പെടെ നിരത്തിലിറങ്ങിയില്ല. തുടർച്ചയായുള്ള ഹർത്താൽ ജനജീവിതം സ്തംഭിപ്പിച്ചു. രമിത്തിന്റെ നാടിന്റെ അന്ത്യാഞ്ജലി. മൃതദേഹം ചാവശ്ശേരിയിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. നിർമ്മാണം പൂർത്തിയായിട്ടും കണ്ണൂർ നഗരത്തിലെ ശുചിമുറി തുറന്നുകൊടുത്തില്ല. വൈദ്യുതീകരണം പൂർത്തിയാവാത്തതാണ് കാരണമെന്ന് അധികൃതരുടെ വാദം. കംഫർട്ട് സ്റ്റേഷൻ നിർമ്മിച്ചത് 24 ലക്ഷം രൂപ ചിലവിൽ. 2 മാസം കൊണ്ട് തുറന്നുകൊടുക്കുമെന്ന് കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് TO മോഹനൻ. അഴീക്കൽ തുറമുഖത്ത് ആഴം കൂട്ടുന്നതിനുള്ള ഡ്രഡ്ജിംഗ് പ്രവൃത്തി ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. തുറമുഖ വികസനം യാഥാർത്ഥ്യമാകുന്നതോടെ ലക്ഷദ്വീപിലേക്കും മറ്റും യാത്രാ കപ്പൽ സർവീസ് ആരംഭിക്കുമെന്നും മന്ത്രി. സിറ്റി ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ബാഗ് ആൻഡ് ബാഗ്, രാജീവ് ഗാന്ധി റോഡ്, നിയർ ജയസ്പോൾ കോർണർ, കണ്ണൂർ. ഭീമ, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് സുൽത്താൻ ബത്തേരി. ഈ ഓണക്കാലത്ത് കണ്ണൂരിന് 1 കോടി പ്രണാമവും 1 കോടി രൂപയുടെ സമ്മാനങ്ങളുമായി നിക്ഷാൻ. ഗാർഡ് സർവൈലൻസ് സിസ്റ്റംസ്, പാറക്കണ്ടി, കണ്ണൂർ, ന്യൂ ബസ് സ്റ്റാൻഡ്, കാഞ്ഞങ്ങാട്, കേളോത്ത്, പയ്യന്നൂർ. GITD കേരളത്തിലെ #1 ഫാഷൻ ഡിസൈനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ നിങ്ങളുടെ ടൗണിലും. Sri Lashmidas Jewelers, Bank Road, Kannur. Chemano International Jewelers, Kerala, Tamil Nadu, Maharashtra, UAE, Kuwait. Dhanalakshmi Hospitals, Kannur. Care and cure with dedication. സുശീല ഓട്ടോ ഗാരേജ് ആൻഡ് വർക്ക്ഷോപ്പ്, തോട്ടട. സെന്റർ ബേസ് സ്കൂൾ ഓഫ് ഫാഷൻ ആൻഡ് ഇന്റീരിയർ ഡിസൈൻ, CCRB കമേഴ്ഷ്യൽ കോംപ്ലക്സ്, മേലെച്ചൊവ്വ, കണ്ണൂർ. യുനോവിച്കി കാഷ്വൽസ്, റോയൽ ഓക്ക്, TK ജംഗ്ഷൻ, കണ്ണൂർ. വാർത്തകളിലേക്ക്. തലശ്ശേരി പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മരണം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ DGPക്ക് നോട്ടീസ് അയച്ചു. തമിഴ്നാട് സ്വദേശിയായ കാളിമുത്തുവാണ് ഞായറാഴ്ച പോലീസ് സ്റ്റേഷനിൽ വെച്ച് മരിച്ചത്. കാളിമുത്തു ഹൃദയാഘാതത്തെ തുടർന്നാണ് മരിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സംഭവത്തെക്കുറിച്ച് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കഴിഞ്ഞ ദിവസം സ്വമേധയാ കേസെടുത്തിരുന്നു. സ്തനാർബുദം നിയന്ത്രണ വിധേയമാക്കാനുള്ള കർമ്മ പദ്ധതിയുമായി മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റി. ബ്രസ്റ്റ് ക്യാൻസർ ബ്രിഗേഡ് പദ്ധതിയിലൂടെ സ്ത്രീകൾക്ക് സ്വയം പരിശോധിക്കാനുള്ള പരിശീലനം നൽകും. ഈ മാസം 29-ന് കണ്ണൂരിൽ നടക്കുന്ന ചടങ്ങിൽ പരിപാടിയുടെ ബ്രാൻഡ് അംബാസിഡർ കൂടിയായ നടി മഞ്ജു വാര്യർ പദ്ധതി ഉദ്ഘാടനം ചെയ്യും.
മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റി സിൽവർ ജൂബിലിയുടെ ഭാഗമായി നടപ്പാക്കുന്ന 25 കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് ബ്രസ്റ്റ് ക്യാൻസർ ബ്രിഗേഡ് പദ്ധതി നടപ്പിലാക്കുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ സാങ്കേതിക സഹായത്തോടെയും പങ്കാളിത്തത്തോടെയും നടപ്പാക്കുന്ന പരിപാടിയിലൂടെ സ്ത്രീകളിൽ സ്വയം സ്ഥാനപരിശോധനാ ശീലം വളർത്തുകയാണ് ലക്ഷ്യമെന്ന് മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റി പ്രസിഡന്റ് ഡി കൃഷ്ണനാഥ പൈ പറഞ്ഞു. എല്ലാ സ്ത്രീകളും സ്വയം സ്ഥാന പരിശോധന നടത്തണമെന്നുള്ളതാണ്. എല്ലാ മാസവും സാധാരണയുള്ള ബ്രസ്റ്റിനെക്കുറിച്ചുള്ളൊരു അറിവ് അവർ സ്വായത്തമാക്കി എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടോ, സ്ഥാനത്തിൽ കല്ലിപ്പുണ്ടോ, സ്ഥാനത്തിൽ ബ്ലീഡിംഗ് ഉണ്ടോ, അത് നിപ്പിൾ ഡിസ്ചാർജ് ഉണ്ടോ, അത്തരത്തിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് സ്ഥാനത്തിലുണ്ടോ എന്ന് സ്വയം പരിശോധിക്കുകയും സ്ത്രീകൾ എല്ലാ മാസവും നിശ്ചിത ദിവസം സ്വയം പരിശോധിച്ച വ്യത്യസ്തമായ എന്തെങ്കിലും മാറ്റം ശ്രദ്ധയിൽപ്പെട്ടാൽ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാവണം. കുടുംബശ്രീ അംഗങ്ങൾ, NSS വളണ്ടിയർമാർ, അധ്യാപികമാർ, സ്റ്റുഡന്റ് പോലീസ്, ജനമൈത്രി പോലീസ്, സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ സഹായത്തോടെ സ്ഥാനാർബുദം നേരത്തെ കണ്ടെത്താൻ പരിശീലനം നൽകുന്നുണ്ട്. NSS വോളണ്ടിയേഴ്സ്, ടീച്ചർമാർ, സ്റ്റുഡൻറ്റ് പോലീസ്, അതേമാതിരി മറ്റ് കുടുംബശ്രീ, ആശാ വർക്കേഴ്സ്, ഇങ്ങനെയുള്ള വിഭാഗങ്ങളെ, സ്ത്രീ ശാക്തീകരണ വിഭാഗങ്ങളെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് ഈ സ്ഥാനാർബുദം വരാതിരിക്കാൻ എന്തെല്ലാമാണ് ചെയ്യേണ്ടത്, സ്ഥാനാർബുദം കണ്ടെത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ശക്തമായിട്ടുള്ള ബോധവൽക്കരണം. പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ജില്ലയിൽ ആദ്യഘട്ടത്തിൽ 10,000 അംഗങ്ങൾക്ക് പരിശീലനം നൽകും. രണ്ടാം ഘട്ടത്തിൽ സഞ്ജീവനി പദ്ധതിയുടെ ഭാഗമായി കാസർഗോഡ്, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലേക്കും വ്യാപിപ്പിച്ച് 5 വർഷം കൊണ്ട് സ്ഥാനാർബുദ നിരക്ക് നിയന്ത്രണ വിധേയമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. 29-ന് കണ്ണൂർ സാധു കല്യാണ മണ്ഡപത്തിൽ നടക്കുന്ന ചടങ്ങിൽ ചലച്ചിത്ര താരം മഞ്ജു വാര്യർ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. വളപട്ടണം പാലം ബലപ്പെടുത്തൽ പ്രവൃത്തി നാളെ മുതൽ. ഇതുവരെ വാഹനങ്ങൾ കടന്നുപോയ ഭാഗത്തെ സ്ലാബുകളുടെ ബലപ്പെടുത്തൽ ജോലിയാണ് നാളെ മുതൽ നടക്കുക. അതേസമയം ദേശീയപാതയിലെ ഗതാഗത നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പരാതികളാണ് ഉയർന്നുവരുന്നത്. ഇതുവരെ വാഹനങ്ങൾ കടന്നുപോയ ഭാഗത്തെ സ്ലാബുകളുടെ ബലപ്പെടുത്തൽ ജോലിയാണ് നാളെ മുതൽ നടക്കുക. ഇവിടെ എക്സ്പാൻഷൻ ജോയിന്റ് സ്ഥാപിച്ചതിനു ശേഷം തകർന്നുപോയ മേൽപ്പാളി കോൺക്രീറ്റ് ചെയ്യും. നേരത്തെ ബലപ്പെടുത്തിയ ഭാഗത്ത് ചെയ്ത കോൺക്രീറ്റ് ഉറക്കുന്നതിനായി കഴിഞ്ഞ 5 ദിവസമായി പാലത്തിൽ പണിയൊന്നും നടന്നിട്ടില്ലായിരുന്നു. ഇന്ന് തുടങ്ങാനിരുന്ന ജോലി ഹർത്താലിനെ തുടർന്ന് നാളത്തേക്ക് മാറ്റുകയായിരുന്നു. കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തിയ ഭാഗത്തിലൂടെയായിരിക്കും നാളെ മുതൽ വാഹനങ്ങൾ കടന്നുപോവുക. അടുത്ത മാസം 5 വരെയാണ് പാലത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. നിർമ്മാണം പൂർത്തിയായി 1 വർഷം കഴിഞ്ഞിട്ടും കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ വനിതകൾക്കായി നിർമ്മിച്ച ശുചിമുറി തുറന്നുകൊടുത്തില്ല. വൈദ്യുതീകരണം പൂർത്തിയാവാത്തതാണ് ഇതിന് കാരണമെന്നാണ് അധികൃതരുടെ വാദം. അതേസമയം 2 മാസം കൊണ്ട് ശുചിമുറി തുറന്നുകൊടുക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ പറഞ്ഞു. കഴിഞ്ഞ കണ്ണൂർ നഗരസഭ ഭരണസമിതിയുടെ കാലത്താണ് കംഫർട്ട് സ്റ്റേഷൻ നിർമ്മിച്ചത്. 2 നില കെട്ടിടത്തിൽ 9 ശുചിമുറിയും 4 കുളിമുറിയുമാണ് ഉള്ളത്. ടൈൽസ് പാകിയതാണ് നിലം. 4000 ലിറ്റർ വെള്ളം ഉൾക്കൊള്ളാവുന്ന ടാങ്ക് സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ വൈദ്യുതി ലഭിക്കാത്തതിനാൽ തുറന്നുകൊടുക്കുന്നത് നീണ്ടു. ഏതാണ്ട് 24 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച പദ്ധതി 2 മാസത്തിനുള്ളിൽ തുറന്നുകൊടുക്കാനാകുമെന്ന് കോർപ്പറേഷൻ പൊതുമരാമത്ത് വകുപ്പ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ പറഞ്ഞു. 2 മാസം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയും. ഈ കംഫർട്ട് സ്റ്റേഷൻ എന്നൊക്കെ പറയുന്നത് നമുക്ക് പെട്ടെന്നൊരു ആവേശത്തിന് തുറന്നു കൊടുത്തത് കൊണ്ട് മാത്രമായില്ല. ഇത് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി പരിപാലിക്കേണ്ടതുണ്ട്. അപ്പം നീറ്റായി പരിപാലിക്കണമെങ്കിൽ അത് ഒരു നടത്തിപ്പുകാരനെ ചുമതലപ്പെടുത്തി കൃത്യമായി ക്ലീൻ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തി ആധുനിക രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട് എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് മുന്നോട്ട് പോയാലേ പറ്റൂ. 100 കണക്കിന് പേർ ദിവസവും എത്തുന്ന കണ്ണൂർ നഗരത്തിൽ ആവശ്യത്തിന് ശുചിമുറികൾ ഇല്ലാത്തത് കാരണം സ്ത്രീകളും പെൺകുട്ടികളും ഏറെ പ്രയാസമാണ് അനുഭവിക്കുന്നത്. സ്റ്റേഡിയം കോർണറിന് സമീപത്തെ സ്വകാര്യ സ്ഥാപനങ്ങളിലും കടകമ്പോളങ്ങളിലും ജോലി ചെയ്യുന്ന സ്ത്രീകൾ ശുചിമുറി ഇല്ലാത്തതിനാൽ വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത്. ഇതിനെ തുടർന്നാണ് കഴിഞ്ഞ നഗരസഭാ ഭരണസമിതി സ്റ്റേഡിയം കോർണറിൽ കിഴക്ക് ഭാഗത്ത് ടാക്സി സ്റ്റാൻഡിനടുത്തായി ആധുനിക രീതിയിലുള്ള ശുചിമുറികൾ നിർമ്മിച്ചത്. നടാൽ നടപ്പാലം വീണ്ടും അപകടാവസ്ഥയിൽ. 50ലേറെ മീറ്റർ നീളമുള്ള പാലത്തിന്റെ പകുതി ഭാഗം പുഴയിലേക്ക് ചെരിഞ്ഞു കിടക്കുകയാണ്. താൽക്കാലികമായി കെട്ടിവെച്ച കവുങ്ങിൻ തടികളും ഇളകിക്കിടക്കുന്നു. പാലത്തിലൂടെയുള്ള യാത്ര നിരോധിച്ചതായി കോർപ്പറേഷൻ ബോർഡ് സ്ഥാപിച്ചെങ്കിലും ഇതുവരെ പകരം സംവിധാനം ഏർപ്പെടുത്തിയിട്ടില്ല. കിഴുന്ന, കുറ്റിക്കകം, തെരു, ഏഴര എന്നിവിടങ്ങളിലുള്ളവർക്ക് നടാലിലേക്കുള്ള പ്രധാന വഴിയാണിത്.
പാലം അപകടത്തിലാണെന്നും പാലത്തിലൂടെയുള്ള യാത്ര നിരോധിച്ചതായും കോർപ്പറേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പേരിൽ പുഴക്ക് ഇരുവശത്തും വലിയ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ പകരം വഴി തുറന്നുകൊടുക്കാതെ പാലത്തിലൂടെ പോകരുതെന്ന് പറയുന്നത് എങ്ങനെയാണെന്ന നാട്ടുകാരുടെ ചോദ്യം തികച്ചും ന്യായമാണ്. സ്കൂൾ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ പാലത്തിലൂടെ നിത്യവും കടന്നു പോകുന്നുണ്ട്. എപ്പോഴാണ് ഒരപകടം ഉണ്ടാവുകയെന്ന് പറയാനാവില്ലെന്നും നാട്ടുകാർ പറയുന്നു. നടപ്പാലം പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയെങ്കിലും നടപ്പാലത്തിന് പകരം പുതിയ കോൺക്രീറ്റ് പാലം വേണമെന്ന ആവശ്യം വീണ്ടും ശക്തമായിട്ടുണ്ട്. നടാലിലേക്കും തിരിച്ചും യാത്ര ചെയ്യുന്നതിന് തോട്ടട വഴി ചുറ്റിപ്പോവേണ്ട സ്ഥിതിയാണിപ്പോൾ. 6 കിലോമീറ്ററിലധികം സഞ്ചരിക്കേണ്ടി വരുന്നതായും നാട്ടുകാർ പറയുന്നു. അതേസമയം നിവേദനത്തെ തുടർന്ന് പാലം നിർമ്മിക്കുന്നത് സംബന്ധിച്ച് പരിശോധന നടത്താൻ പൊതുമരാമത്ത് മന്ത്രി PWD അധികൃതർക്ക് നിർദ്ദേശം നൽകി. ഇതേ തുടർന്ന് അധികൃതർ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. തലശ്ശേരിയിലെ മൊയ്തു പാലം അറ്റകുറ്റപ്പണി നടത്തി പുരാവസ്തുവായി സംരക്ഷിക്കുമെന്ന പ്രഖ്യാപനം എങ്ങും എത്തിയില്ല. അറ്റകുറ്റപ്പണിക്കുള്ള ഫണ്ടിന്റെ കാര്യത്തിൽ ദേശീയപാതാ വിഭാഗവും പുരാവസ്തു വകുപ്പും തമ്മിൽ നിലനിൽക്കുന്ന തർക്കമാണ് പാലം സംരക്ഷിക്കുന്നതിന് തടസ്സമാകുന്നത്. അറ്റകുറ്റപ്പണിക്ക് ഫണ്ട് അനുവദിക്കാൻ കഴിയില്ലെന്ന നിലപാടാണ് ദേശീയ വിഭാഗം മുന്നോട്ട് വെക്കുന്നത്. സമാന്തര പാലം വന്നതോടെ അപ്രസക്തമായ മൊയ്തു പാലത്തിന്റെ സംരക്ഷകരായിരുന്ന ദേശീയപാതാ വിഭാഗവും പാലം ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിച്ച പുരാവസ്തു വകുപ്പുമാണ് അറ്റകുറ്റപ്പണികൾക്കുള്ള ഫണ്ട് കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട് ഇടഞ്ഞത്. ഉപയോഗശൂന്യമായ പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കുള്ള ഫണ്ട് അനുവദിക്കാനാവില്ലെന്ന നിലപാടിലാണ് ദേശീയപാതാ വിഭാഗം. നവീകരണത്തിനുള്ള ഫണ്ട് കണ്ടെത്തുന്നത് പ്രയാസത്തിലാകുമെന്നതിനെ തുടർന്ന് പ്രതിസന്ധിയിലായ പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കൽ നടപടി മന്ദഗതിയിൽ ആയിരിക്കുകയാണ്. കണ്ണൂരിലെ ഏറെ ചരിത്ര പ്രാധാന്യമുള്ളതാണ് മൊയ്തു പാലം. മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് പ്രസിഡന്റ് TM മൊയ്തു സാഹിബിന്റെ ശ്രമഫലമായാണ് 1931 മൊയ്തു പാലം നിർമ്മിക്കുന്നത്. ഈ പാലം അപകടാവസ്ഥയിലായതോടെയാണ് അടുത്തിടെ സമാന്തര പാലം നിർമ്മിച്ചത്. പുതിയ പാലം വന്നതോടെ ചരിത്രവസ്തു എന്ന നിലയിൽ പഴയ പാലം സംരക്ഷിക്കണമെന്ന ആവശ്യമുയർന്നിരുന്നു. ഇതോടെ പാലത്തിന്റെ സംരക്ഷണം പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കുമെന്ന് അന്നത്തെ മന്ത്രി KC ജോസഫ് പ്രഖ്യാപിക്കുകയായിരുന്നു. ദേശീയപാതാ വിഭാഗം പണം മുടക്കില്ലെന്നറിഞ്ഞതോടെയാണ് പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കൽ നടപടി പതുക്കെയാക്കിയത്. ദേശീയപാതാ വിഭാഗം അറ്റകുറ്റപ്പണികൾ നടത്തുമെങ്കിൽ ചരിത്ര സ്മാരകമായി സൂക്ഷിക്കാമെന്നാണ് പുരാവസ്തു വകുപ്പിന്റെ നിലപാട്. അഴീക്കൽ തുറമുഖത്ത് ആഴം കൂട്ടുന്നതിനുള്ള ഡ്രഡ്ജിംഗ് പ്രവൃത്തി ഉടൻ ആരംഭിക്കുമെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ സിറ്റി ന്യൂസിനോട് പറഞ്ഞു. അഴീക്കൽ തുറമുഖ വികസനം യാഥാർത്ഥ്യമാകുന്നതോടെ ലക്ഷദ്വീപിലേക്കും മറ്റും യാത്രാ കപ്പൽ സർവീസ് ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. നമ്മൾ ഇപ്പോൾ 500 കോടി രൂപ നമ്മുടെ തുറമുഖത്തിന് വേണ്ടിയിട്ട് ഈ വർഷത്തെ ബജറ്റ് നീക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ DPR തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. അത് അടിയന്തര പ്രാധാന്യത്തോടുകൂടി സമയബന്ധിതമായി. അപ്പോൾ നമ്മുടെ തുറമുഖ ശൃംഖലയിലെ സുപ്രധാനമായ ഒരു കേന്ദ്രമായി അഴീക്കൽ തുറമുഖത്തെ മാറ്റുക എന്നുള്ളതാണ്. അതിന് വാണിജ്യ വ്യാപാര ബന്ധവുമായി ബന്ധപ്പെടുന്ന കപ്പലുകൾക്ക് പുറമെ ലക്ഷദ്വീപുമായി ബന്ധപ്പെടാൻ ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അഴീക്കൽ. അപ്പോൾ ഈ തുറമുഖം അതിൻ്റെ വാർഫിൻ്റെ പണി കുറച്ചുകൂടെ വേണ്ടതുണ്ട്. ആഴം കൂടി കഴിഞ്ഞാൽ നമുക്ക് ഈ യാത്രാ കപ്പലുകൾ ആരംഭിക്കുന്നൊരു സൗകര്യം കൂടി ഉണ്ടാകും. കേരള സ്റ്റേറ്റ് ലൈബ്രറിയൻ യൂണിയൻ കണ്ണൂർ ജില്ലാ കൺവെൻഷൻ ജില്ലാ ലൈബ്രറി ഹാളിൽ നടന്നു. CITU സംസ്ഥാന സെക്രട്ടറി KP സഹദേവൻ ഉദ്ഘാടനം ചെയ്തു. അവകാശങ്ങൾ നേടിയെടുക്കാൻ ലൈബ്രറിയന്മാർ നടത്തുന്ന ഇടപെടൽ ശക്തമാണെന്ന് KP സഹദേവൻ പറഞ്ഞു. അസാധ്യമാണ് എന്ന് തോന്നുന്ന രീതിയിലുള്ള കാര്യത്തിൽ നാം ഓരോ ബാങ്കിന്റെ തൊഴിലാളികൾ സംഘടിപ്പിച്ച് അവർക്ക് നിയമമനുസരിച്ചുള്ള പരീക്ഷ, കേരളത്തിൽ മുഖേനുള്ള പരീക്ഷ, വേതനത്തിൽ മാറ്റവും മറ്റ് നിയമമനുസരിച്ചുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുക. ജില്ലാ പ്രസിഡന്റ് P ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നമുക്ക് ജാതിയില്ല എന്ന വിഷയത്തിൽ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവ് KPV പ്രീത മുഖ്യപ്രഭാഷണം നടത്തി. യൂണിയൻ ഭാരവാഹികളുടെ മക്കളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. സംസ്ഥാന പ്രസിഡന്റ് K ബാലകൃഷ്ണൻ മാസ്റ്റർ, ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി PK ബൈജു, E അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യൻ നാഷണൽ അംഗൻവാടി എംപ്ലോയീസ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ പാർക്കൻസ് ഓഡിറ്റോറിയത്തിൽ നടന്നു. KPCC ജനറൽ സെക്രട്ടറി സുമ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അംഗൻവാടി ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കഴിഞ്ഞ UDF സർക്കാർ ശക്തമായ ഇടപെടൽ നടത്തിയിരുന്നു. എന്നാൽ തുടർന്ന് വന്ന LDF സർക്കാർ ശമ്പള വിതരണം നിർത്തിവെച്ചത് തൊഴിലാളി വിരുദ്ധ നടപടിയാണെന്ന് സുമ ബാലകൃഷ്ണൻ പറഞ്ഞു.
സംസ്ഥാന പ്രസിഡന്റ് മാത്യു കുളങ്ങര അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ സുരേഷ് ബാബു എളയാവൂർ, കെ പ്രമോദ്, പി വി രവീന്ദ്രനാഥ്, എ എം വിജയൻ, കട്ടേരി പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. അടുത്ത മാസം കണ്ണൂരിൽ നടക്കുന്ന കേരള വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് തെക്കേ ബസാറിൽ പ്രവർത്തനം ആരംഭിച്ചു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നവംബർ 12 മുതൽ 14 വരെയാണ് കണ്ണൂരിൽ വ്യാപാരി വ്യവസായി സമിതി 9ാം സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ രാജ്യത്തെ ചെറുകിട വ്യാപാരികളോടുള്ള തെറ്റായ നയങ്ങൾ തിരുത്തണമെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. ഒരു പ്രത്യേക ദിശയിലേക്ക് നയിക്കാൻ പതിറ്റാണ്ടുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ശ്രമം ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായി ഇപ്പോഴും നമ്മൾ ഓരോരുത്തരെയും ബാധിച്ചു തുടങ്ങിയിരിക്കുകയാണ്. പുതിയ GST വരുന്നതോടുകൂടി എങ്ങനെയൊക്കെയാണ് ഈ നമ്മളെ ബാധിക്കാൻ പോകുന്നത് എന്നുള്ളതും അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും പരിശോധിക്കേണ്ടതായിട്ട് ഉണ്ട്. സംസ്ഥാന പ്രസിഡന്റ് ബെന്നി അധ്യക്ഷത വഹിച്ചു. ലോകപ്രകാശനം PK ശ്രീമതി MB നിർവഹിച്ചു. സംസ്ഥാന സെക്രട്ടറി PS ബിജു, K നിവിൻ, P ദിനേശ്, K പാപ്പച്ചൻ, V ഗോപിനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. കളരിപ്പണിക്കർ ഗണക കണിച്ച മഹിളാ സഭ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുടുംബബന്ധങ്ങളിൽ സ്ത്രീകളുടെ പങ്ക് വളരെ വലുതാണ് എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. യോഗശാല ഹാളിൽ ജില്ലാ വനിതാക്ഷേമ ഓഫീസർ K ബീന ഉദ്ഘാടനം ചെയ്തു. ജില്ലാ മഹിളാ സഭ പ്രസിഡന്റ് സുമ മഹേഷ് അധ്യക്ഷത വഹിച്ചു. കുടുംബബന്ധത്തിൽ സ്ത്രീകളുടെ പങ്ക് എന്ന വിഷയത്തിൽ വിനീത ദീപക് ക്ലാസ് എടുത്തു. PV ബൈജു, ഗോപി ചാലിൽ, ആഷിത് മാംബ്ര, ശ്രീലത ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. അതുപോലെ നമുക്ക് കാണാൻ ഒരുപാട് ഫാഷൻ്റെ പുറകെ ഇപ്പം ആൺകുട്ടികളെ കാണാൻ നമ്മൾ ഒരുപാട് മുടിയുടെ മേലെ ഒരുപാട് തന്ത്രങ്ങളും പിന്നെ പാൻറ് ഊരി പോകുന്ന പോലത്തെ പാൻറ്റുകളും ഒക്കെ ഇട്ടാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കാലങ്ങളിലായില്ലേ ബെൽബോട്ടം ഇട്ട് നടക്കുകയെ അല്ലേ, ബെൽബോട്ടം ഇട്ട് നടക്കാറില്ലേ. അപ്പോൾ ഇന്നത്തെ ആൾക്കാരും അന്നത്തെ ഫാഷൻ്റെ പുറകെ പോയിട്ടുണ്ട്. അതുപോലെ സ്ത്രീകളുണ്ട്, എൻ്റെ ആൻറ്റിമാർക്ക് പറഞ്ഞിട്ടുണ്ട് മേലെ ഷോട്ടും താഴെ ലുങ്കിയുണ്ട് എന്ന കാലമുണ്ട് സ്ത്രീകൾക്ക്. കണ്ണൂരിൽ നടന്ന 29ാമത് സംസ്ഥാന സബ് ജൂനിയർ മിനി വിഭാഗം ആർച്ചറി ചാമ്പ്യൻഷിപ്പിൽ വയനാട് ജില്ലയ്ക്ക് ഓവറോൾ കിരീടം. 1 പോയിന്റിന്റെ വ്യത്യാസത്തിൽ കണ്ണൂരിനെ തോൽപ്പിച്ചാണ് വയനാട് കിരീടം നേടിയത്. എറണാകുളം ജില്ലയ്ക്കാണ് 3ാം സ്ഥാനം. വിജയികൾക്കുള്ള സമ്മാനദാനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV സുമേഷ് നിർവഹിച്ചു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് OK വിനീഷ്, ഡോക്ടർ അൻസാരി, ഡോക്ടർ ജോസഫ് തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. ദേശീയ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കേണ്ട സംസ്ഥാന ടീമിനെ ചാമ്പ്യൻഷിപ്പിൽ നിന്നും തിരഞ്ഞെടുത്തു. അറിയിപ്പ്: ജില്ലാ അത്ലറ്റിക് അസോസിയേഷൻ 15-നും 16-നും KAP 4ാം ബറ്റാലിയൻ മാങ്ങാട്ടുപറമ്പിൽ നടത്താനിരുന്ന അത്ലറ്റിക് മീറ്റ് 17, 18 തീയതികളിലേക്ക് മാറ്റിയതായി സെക്രട്ടറി P നാരായണൻകുട്ടി അറിയിച്ചു. കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഇന്ന് നടത്താനിരുന്ന അപ്രന്റീസ് ട്രെയിനികളുടെ അഭിമുഖം 19-ന് 10 മണിക്ക് നടക്കുമെന്ന് പ്രിൻസിപ്പൽ TD ജോൺ അറിയിച്ചു. ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ ഇന്ന് നടത്താനിരുന്ന ഓൾ കേരള എർത്ത് മൂവേഴ്സ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ മാറ്റിയതായും 18-ന് ഇതേ ഹാളിൽ നടത്താൻ തീരുമാനിച്ചതായും അറിയിച്ചു. കണ്ണൂർ സർവകലാശാല നാളെ നടത്താനിരുന്ന പുരുഷ വനിതാ ക്രോസ് കൺട്രി ചാമ്പ്യൻഷിപ്പ് 19-ലേക്ക് മാറ്റിയതായി ഓർഗനൈസിംഗ് സെക്രട്ടറി ഡോക്ടർ ജോസഫ് തോമസ് അറിയിച്ചു. SSC ജില്ലാതലത്തിൽ സ്കൂളുകളിൽ സ്പെഷ്യലിസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നു. കലാകായിക പ്രവൃത്തി പരിചയ മേഖലകളിൽ വൈദഗ്ധ്യം നേടിയവരെ കരാർ അടിസ്ഥാനത്തിലാണ് നിയമിക്കുക. അപേക്ഷ 18-ന് മുൻപ് രേഖകളുടെ പകർപ്പുകൾ സഹിതം ജില്ലാ പ്രൊജക്ട് ഓഫീസിൽ നൽകണം. കൂടിക്കാഴ്ച 21-ന് നടക്കും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലുലു സാരീസ് ആൻഡ് ലുലു ഗോൾഡ്, കണ്ണൂർ ആൻഡ് തലശ്ശേരി. കണ്ണൂർ സിറ്റിയിൽ SDPI പ്രവർത്തകനെ വെട്ടിക്കൊന്നു. മരിച്ചത് നീർച്ചാൽ യൂണിറ്റ് പ്രസിഡന്റ് M ഫാറൂഖ്. അക്രമം പോലീസ് നോക്കി നിൽക്കെ പ്രതി കട്ടറൌഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊലപാതകത്തിൽ രാഷ്ട്രീയമില്ലെന്ന പോലീസ്. BJP പ്രവർത്തകൻ രമിത്തിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച BJP സംസ്ഥാന വ്യാപകമായി ഹർത്താൽ ആചരിച്ചു. ജില്ലയിൽ ഹർത്താൽ പൂർണ്ണം. KSRTC ബസ്സുകൾ ഉൾപ്പെടെ നിരത്തിലിറങ്ങിയില്ല. തുടർച്ചയായുള്ള ഹർത്താൽ ജനജീവിതം സ്തംഭിപ്പിച്ചു. രമിത്തിന്റെ നാടിന്റെ അന്ത്യാഞ്ജലി. മൃതദേഹം ചാവശ്ശേരിയിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു.
നിർമ്മാണം പൂർത്തിയായിട്ടും കണ്ണൂർ നഗരത്തിലെ ശുചിമുറി തുറന്നുകൊടുത്തില്ല. വൈദ്യുതീകരണം പൂർത്തിയാവാത്തതാണ് കാരണമെന്ന് അധികൃതരുടെ വാദം. കംഫർട്ട് സ്റ്റേഷൻ നിർമ്മിച്ചത് 24 ലക്ഷം രൂപ ചിലവിൽ. 2 മാസം കൊണ്ട് തുറന്നുകൊടുക്കുമെന്ന് കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ. അഴീക്കൽ തുറമുഖത്ത് ആഴം കൂട്ടുന്നതിനുള്ള ഡ്രഡ്ജിംഗ് പ്രവൃത്തി ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. തുറമുഖ വികസനം യാഥാർത്ഥ്യമാകുന്നതോടെ ലക്ഷദ്വീപിലേക്കും മറ്റും യാത്രാ കപ്പൽ സർവീസ് ആരംഭിക്കുമെന്നും മന്ത്രി. ഹർത്താൽ ദിനത്തിൽ ആളും ആരവും ഒഴിഞ്ഞ കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡിലെ റോഡിൽ ക്രിക്കറ്റ് കളിയിൽ മുഴുകിയിരിക്കുകയാണ് കുട്ടികൾ. ഈ കാഴ്ചയോടെ ഇന്നത്തെ സിറ്റി ന്യൂസ് സമാപിക്കുന്നു.